ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 813 ദിവസം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് 11 അധ്യായം 13 തിരുവചനമാണ്. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. കഴിഞ്ഞ ഞായറാഴ്ച ഭവന സന്ദർശനത്തിനായിട്ട് പോയപ്പോൾ ഒരു സഹോദരനെ പരിചയപ്പെട്ടു. അനൂപ് ഒരു അപകടത്തിൽപ്പെട്ട് തളർന്നു പോയവനാണ്. ഡോക്ടർമാർ പറഞ്ഞു ഇനി കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ പ്രാർത്ഥന കൊണ്ടും മനഃശക്തി കൊണ്ടും അവൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. സ്വന്തമായിട്ട് വണ്ടികളുടെ ബിസിനസ്സൊക്കെ ചെയ്ത് കുടുംബം വളരെ ഭംഗിയായിട്ട് പോറ്റുന്നു. അവൻ്റെ മൂത്ത മകൾ എൻ്റെ ചാരെ വന്ന് നിന്നിട്ട് എന്നോട് പറഞ്ഞു, അപ്പ ഞങ്ങൾക്ക് എല്ലാം ഉണ്ടാക്കിത്തരും എന്ന്. നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും നമ്മുടെ മക്കൾക്ക് ഒരു കുറവും വരുത്തുവാനായിട്ട് നമ്മൾ ആരും തയ്യാറല്ല. അതുപോലെ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ യാചിക്കുമ്പോൾ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് ഏറ്റവും നല്ല ദാനങ്ങളെ നമുക്ക് നൽകും. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പ്രതിസന്ധികളെ അതിജീവിക്കുവാനും നന്മ ചെയ്ത് ജീവിക്കുവാനും എല്ലാവരോടും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുവാനും സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കുവാനും നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. വിശ്വാസത്തോടെ ഏറെ ഭക്തിയോടെ ദൈവസന്നിധിയിൽ നമ്മൾ യാചിക്കുമ്പോൾ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകും. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ, അവിടുത്തെ സന്നിധിയിൽ ചേർന്ന് നിൽക്കുവാനും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനും അവിടുത്തെ നല്ല ദാനങ്ങളെ അനുഭവിക്കുവാനും ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.